പെറ്റമ്മയുടെ സഹായത്തോടെ 10 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു. കുട്ടി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ. അമ്മയും കാമുകനും പോലീസ് പിടിയിൽ. ടിവിയിൽ ഫ്ലാഷ് ന്യൂസായി വാർത്താ ചാനലുകൾ ആ ക്രൂരകൃത്യം അവതരിപ്പിക്കുമ്പോൾ ആകെ തകർന്നൊരച്ഛനായി രവി ആശുപത്രിയിൽ ഐസിയുവിന് മുമ്പിലായി തകർന്നിരുന്നു. കൂടെയുള്ളവരുടെ ആശ്വാസവാക്കുകൾക്കൊന്നും അവൻ്റെ ഉള്ളിലെ അഗ്നിയെ അണയ്ക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച താൻ ജോലി ചെയ്ത സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുമ്പോഴും പോവേണ്ട അച്ഛാന്ന് പറഞ്ഞ് തന്നെ കെട്ടിപ്പിടിച്ച തൻ്റെ മോളാണ് ജീവനോടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത്. ഓർമ്മയിൽ അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഐസിയുവിനുള്ളിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട് നശിച്ചു പോയൊരു പൂവ് പോലെ വാടിക്കിടക്കുന്ന അമ്മുമോളുടെ മുഖത്തേക്ക് നോക്കുന്തോറും CI അൻവറിൽ ആ പിഞ്ചുടലിൽ അങ്ങനെയാക്കിയവരോടുള്ള പകയെരിഞ്ഞു. രാജീവ് കമോൺ പറഞ്ഞുകൊണ്ട് അൻവർ ഐസിയുവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സകലതും നഷ്ടപ്പെട്ടിരനായിരിക്കുന്ന രവിയെ കണ്ടവരൊന്ന് നിന്നു. തൊട്ടു മുന്നിൽ CI അൻവറിനെ കണ്ടതും രവി വേഗം പിടഞ്ഞെണ്ണീറ്റു. രവി, എല്ലാം ശരിയാക്കുമെന്ന് ഒരു വെറും വാക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും നമുക്ക് ആ മോളെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തരാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. രവിയോട് പറഞ്ഞുകൊണ്ട് അൻവർ മുൻപോട്ട് നടന്നു. കൂടെ രാജീവും. സാർ, പുറകിൽ നിന്ന് രവി പെട്ടെന്ന് വിളിച്ചതും CI അൻവർ അവനെ ചോദ്യഭാവത്തിൽ നോക്കി. സാർ, അവരെ എന്തു ചെയ്തു സാർ? ആരെ? എൻ്റെ പൊന്നുമോളെ ഇങ്ങനെയാക്കിയവരെ? എനിക്കറിയാം സാറേ, നമ്മുടെ നിയമത്തിന് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്, വെറുതെ തീറ്റിപ്പോറ്റി വളർത്തുകയുള്ളൂ എന്ന് വേദനയോടെ രവി പറഞ്ഞതും അൻവർ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കും പോലെ ഒന്ന് തട്ടി. സാറേ, സാറിന് അറിയുമോ, ഞാൻ എൻ്റെ പ്രാണനായി കണ്ട് ചങ്കിൽ കൊണ്ട് നടന്നത് അവളെ, സരിതയെ. അവളുടെ ഇഷ്ടങ്ങൾ നേടാനും സാധിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിലോട്ട് പോയത്. വീട്ടിലേക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണേടാ എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് സാറേ എൻ്റെ കൂട്ടുകാരനായിരുന്ന സന്തോഷിനെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചത്. എനിക്കത്രയും വിശ്വാസവും ഇഷ്ടവുമായിരുന്നു സാറേ അവരെ. എന്നെ മറന്നൊരു ജീവിതം എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല സാറേ. കൂടെപ്പിറപ്പായി കണ്ടവൻ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാലിനാവുമെന്ന് കരുതിയില്ല ഞാൻ. ഇക്കണ്ട കാലം ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ സരിത നൽകിയിരുന്നതാ അവനാ. ഒടുക്കം അവൾ എൻ്റെ മോളെയും കൂടി അവന് നൽകുമെന്ന് ഞാൻ കരുതിയില്ല സാറേ. എൻ്റെ പൊന്നു മോളാ സാറേ. പിഞ്ചു കുഞ്ഞാന്ന് പോലും നോക്കാതെ പിച്ചി കയറിയില്ലേ സാറേ അവൻ എൻ്റെ കുഞ്ഞിനെ. അവളത് നോക്കി നിന്നില്ലേ സാറേ. അവൾ നൊന്തു പെറ്റതല്ലേ എൻ്റെ കുഞ്ഞിനെ. പറഞ്ഞുകൊണ്ട് രവി ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഇരുന്നിരുന്നു. ആ കാഴ്ച തൻ്റെ കണ്ണുകളെ കുടിയേറിനണിയിപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ CI അൻവർ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. സ്റ്റേഷന് ചുറ്റും കൂടി നിൽക്കുന്ന വലിയ ജനക്കൂട്ടിനിടയിലൂടെ സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ അൻവർ തിരിച്ചറിഞ്ഞിരുന്നു സ്റ്റേഷനകത്തിരുന്ന പ്രതികളോടുള്ള പുറത്തെ ജനത്തിൻ്റെ ദേഷ്യം എത്രയാണെന്ന്. ഇവരെങ്ങാൻ അക്രമസക്തരാവുമോ സാർ? കൂടുതൽ ഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ സാർ? അൻവറിനോടൊപ്പം നടക്കുമ്പോൾ SI രാജീവ് ചോദിച്ചെങ്കിലും അവന് മറുപടിയൊന്നും പറഞ്ഞില്ല അൻവർ. അവൻ്റെ മനസ്സിലപ്പോൾ തെളിഞ്ഞു നിന്നത് ഐസിയുവിനുള്ളിൽ സ്വന്തം പ്രാണൻ തിരികെ പിടിക്കാൻ പോരാടുന്ന അമ്മു എന്ന 10 വയസ്സുകാരിയുടെ മുഖമായിരുന്നു. പുറത്തെ ബഹളങ്ങളൊന്നും ജനരോഷ പ്രകടനങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത പോലെ കൈകൾ മാറിൽ കെട്ടി അവരെ ലാഘവത്തോടെ ബെഞ്ചിലിരിക്കുന്ന അമ്മുവിൻ്റെ അമ്മ സരിതയെ കണ്ടതും അൻവർ കോപം ഇരമ്പിയെത്തി. ഈ ഒരുമ്പെട്ടവൾക്കൊക്കെ ഞെളിഞ്ഞിരിക്കാൻ ആരാണ് രാജീവ് അനുവാദം കൊടുത്തത്? ദേഷ്യത്തിൽ അൻവർ ശബ്ദമുയർത്തിയതും സരിത പിടഞ്ഞെഴുന്നേറ്റ് നിന്നു. എവിടെയാടോ ഇവളുടെ കാമുകൻ? ഇവൾക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷമെന്നും കഴിയില്ല എന്നറിയില്ലേ? അതുകൊണ്ടല്ലേ അവനിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞിനെ തന്നെ അവനിവൾ നൽകിയത് അല്ലടി ഡാഷ് മോളെ. അൻവറിൻ്റെ ഉറച്ച ശബ്ദത്തിൽ ആ പോലീസ് സ്റ്റേഷൻ ഒന്ന് വിറച്ചുപോ. സദാശിവ, എവിടെ ഇവളുടെ മറ്റവൻ? കൊണ്ടുവാ അവനെ. അൻവർ PCO സദാശിവനോട് പറഞ്ഞു. അയാളൊന്ന് പരിങ്ങി. എന്താടോ തനിക്കൊരു പരിങ്ങൽ? കാര്യം പറയടോ. അത് സാർ, അവനെ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ നാട്ടുകാർ നല്ലവണ്ണം കൈവച്ചിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊക്കെ കൂടി ബാക്കിയും കൊടുത്തു അല്ലേടോ? ഒരു ചിരിയോടെ അവർ ചോദിച്ചു. എന്നിട്ട് ഇപ്പോൾ എവിടെ അവൻ? അത് സാർ, ടോയ്ലറ്റിലോ? അവന് മൂത്രമൊഴിക്കാനൊരു മതി മനസ്സിലായി. താൻ പോയിട്ട് എന്തായാലും അവനെ ഇങ്ങോട്ട് കൂട്ടിവാ, അൻവർ പറഞ്ഞു. നിനക്ക് നിന്റെ കൊച്ചിൻ്റെ വിവരമൊന്നും അറിയണ്ടേടി? അൻവർ തിരിഞ്ഞ് സരിതയോട് ചോദിച്ചതും അവൾ തല താഴ്ത്തി നിന്നു. എന്നാലും എങ്ങനെ തോന്നിയടി ആ കുഞ്ഞിനോടത് ചെയ്യാൻ? ഇവൻ പോയാൽ നിനക്ക് വേറൊരുത്തിനെ കിട്ടില്ലായിരുന്നോ പകരം? അതിന് പകരം അവൾ സ്വന്തം കുഞ്ഞിനെ. പറഞ്ഞതും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അൻവർ അവളുടെ കർണ തടിച്ചു. അപ്രതീക്ഷിതമായ അടികൾ നിലതെറ്റി സരിത വീഴാൻ പോയി. അവളുടെ ചുണ്ടുപൊട്ടി ചോരയൊഴുകി. മജിസ്ട്രേഷന് മുൻപിൽ ചെയ്ത തെറ്റിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ സരിതയും കാമുകനും നിൽക്കുന്നത് കണ്ടിട്ടൊരു നിമിഷം മജിസ്ട്രേറ്റ് പോലും അമ്പരന്നു. സ്വന്തം കുഞ്ഞിനോട് ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് എങ്ങനെ ഒരു സ്ത്രീക്ക് ഇത്ര നിർവികാരിയായി നിൽക്കാൻ കഴിയുന്നു? എല്ലാവരും അമ്പരന്നു. മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നിന്ന് മടങ്ങി വരുമ്പോൾ CI അൻവർ ഇടയ്ക്കിടെ സരിതയും കാമുകനെയും ശ്രദ്ധിക്കുന്നത് കണ്ടതും SI രാജീവ് അവരെ നോക്കി. അത്രയും പോലീസുകാർക്കിടയിലും ഇങ്ങനൊരവസ്ഥയിലും സരിത തൻ്റെ കാമുകൻ സന്തോഷിൻ്റെ കൈകളിൽ സ്വന്തം കൈ ചേർത്ത് വെച്ച് കണ്ണിൽ നോക്കിയിരിക്കുന്നത് കണ്ടതും രാജീവിൽ ദേഷ്യം ആളിക്കത്തി. CI അൻവർ ദേഷ്യം നിയന്ത്രിച്ചാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി രാജീവൻ തൻ്റെ കോപത്തെ നിയന്ത്രിച്ചു നിർത്തി. പെട്ടെന്നാണ്
പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് ഒരു കൂട്ടം ആളുകൾ എവിടെ നിന്നും അറിയാതെ ഇരച്ചെത്തിയത്. അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ കണ്ടതും SI രാജീവ് അൻവറിനെ പകച്ചു നോക്കി. അൻവർ ഒരു നേർത്ത ചിരിയോടെ കൂടെയുള്ള പോലീസുകാരെ നോക്കിയതിനു ശേഷം വണ്ടിയിൽ നിന്നിറങ്ങി. വിജനമായ റോഡിന് ഒരു വശം ചേർന്നു നിന്നതും രാജീവ് ഉൾപ്പെടെയുള്ള പോലീസുകാർ അവനെ അനുഗമിക്കുന്നത് കണ്ടതും ഒരു ഞെട്ടലോടെ സരിതയും സന്തോഷം നോക്കി കണ്ടത്. ഒന്നനങ്ങാനോ കൂടുതൽ എന്തെങ്കിലും ചിന്തിക്കാനോ സമയം കിട്ടുന്നതിന് മുൻപേ തന്നെ അവരെ രണ്ടുപേരെയും വന്ന ജനക്കൂട്ടം പോലീസ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട് ആക്രമിച്ചു തുടങ്ങിയിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പ്രാണൻ പിടിയുന്ന വേദനയോടെ സന്തോഷം സരിതയും ആർത്ത് കരയുന്നത് ഒരു സംതൃപ്തിയോടെ അൻവർ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേ SI രാജീവിന് കൂടെയുള്ള പോലീസുകാർക്കും ഒരു കാര്യം മനസ്സിലായിരുന്നു. ഇത് കുറ്റവാളികൾക്കുള്ള CI സാറിന്റെ ശിക്ഷയാണെന്ന്. എന്തു തെറ്റ് ചെയ്താലും പ്രതികളെ ജയിലിൽ കൊണ്ടെത്തിച്ചാൽ പിന്നീട് അവർ അവിടെ ഉണ്ടുറങ്ങി സുഖജീവിതം നയിക്കുകയുള്ളൂ എന്നും ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കില്ലെന്നും തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ശിക്ഷ. ഈ ശിക്ഷ ജനം നടപ്പിലാക്കി കഴിയുമ്പോൾ സരിതയോ സന്തോഷമോ വീണ്ടും ഒരു തിരിച്ചുവരവില്ലാത്ത വിധം ശിക്ഷിക്കപ്പെടുമെന്ന് 100% ഉറപ്പുള്ള ശിക്ഷ. അതെ, ഇനി ജനങ്ങളുടെ നീതി ജനങ്ങൾ നടപ്പിലാക്കട്ടെ. നല്ല ഒരു നാളെ പിറക്കട്ടെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്